പറഞ്ഞതെല്ലാം സത്യമാണ്. ഇന്ന് രാത്രി ഈ പുസ്തകം പിൻവലിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി. ഇനി ഇതിൻ്റെ ഒരു കോപ്പിയും ഞാൻ വിൽക്കൂല. ഇനി ഈ വിഷയത്തിലൊരു പൊതു അഭിപ്രായം രൂപപ്പെട്ട് വരാതെ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കൂല. ഞാൻ പൊതുജനത്തിൻ്റെ അഭിപ്രായത്തെ പൂർണ്ണമായി മാനിക്കുന്നു. ഞാൻ നാട്ടിൽ തല്ലുണ്ടാവുന്നത് പറഞ്ഞല്ല. ദ സ്റ്റോറി ഓഫ് ഇസ്ലാംസ് പ്രൊഫറ്റ്, ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി മേരിങ് എ മൈനർ, ഒരു മൈനറിനെ അയാൾ കല്യാണം കഴിച്ചത്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കല്യാണം കഴിച്ചത് എന്നത് ഈസ് ബേസ്ലെസ് പ്രൊപ്പഗണ്ട. അതൊരു അടിസ്ഥാനമില്ലാത്ത തെറ്റിദ്ധാരണ പരത്തൽ മാത്രമാണ്. ഫാബ്രിക്കേറ്റഡ്, അത് കെട്ടിച്ചമക്കപ്പെട്ടതാണ് ഫോർ പൊളിറ്റിക്കൽ, രാഷ്ട്രീയത്തിന് വേണ്ടി, ഇസ്ലാമിനെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി. ആൻഡ് സെക്ടേറിയൻ മോട്ടീവ്സ്, വിഭാഗീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി. അതായത് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല, കാരണം അവരുടെ നബി ഒരു മൈനറിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൂടിയ ആളാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു പ്രൊപ്പഗണ്ട, ബേസ്ലെസ് പ്രൊപ്പഗണ്ട. എന്താർത്ഥം? ബേസ്ലെസ് പ്രൊപ്പഗണ്ട എന്താർത്ഥം? അടിസ്ഥാനമില്ലാത്ത ഒരു ഊഹാപോഹം, തെറ്റിദ്ധാരണ പരത്തൽ മാത്രമാകുന്നു. അതൊരു ധാരണയാകാം. ഇവിടെ പ്രബലമാക്കപ്പെട്ട തെളിവനുസരിച്ച് നുബുവത്തിന് 4 കൊല്ലം മുമ്പ് ജനിച്ച ഈ ആയിഷ ബിവി 75 കൊല്ലെങ്കിലും ജീവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആയിഷ ബിവിക്ക് എന്ത് വന്നതാകാം? ഒരു നിസിയാൻ, എന്ത്, ഒരു മറവി, അത്ര ഉണ്ടാവുള്ളൂ. അതിലൊരു പ്രശ്നമല്ല. മറവിയൊക്കെ വരാം. ഇതാര് പറഞ്ഞ വാക്കുമല്ല. ഞാൻ ആയിഷയെ 6-ാം വയസ്സ് കെട്ടിയത് ആര് പറഞ്ഞിട്ടില്ല. മുത്തുനബി പറഞ്ഞൊരു രേഖയില്ല. ആയിഷ ബീവിക്ക് എന്ത് വന്നതാകാം? മറവി സ്വാഭാവികമായി വരും ചെയ്യും. അതേസമയത്ത് ഈ ഹദീത്ത് എന്താണേനും സനദിൽ എന്താണ് ഒരു പ്രശ്നമില്ല എന്ന് അപ്പോൾ വെളിവാകുന്നു. ആയിഷ ബീവിയെ തൊട്ട് 6-ൽ കല്യാണം കഴിച്ചു, 9-ൽ വീട്ടിൽ കൂടി എന്ന റിവായത്തിന് ലാ മനാസ അൻഹു, അതിന് റിവായത്തിന് രക്ഷപ്പെടാനേ കഴിയൂല. ലാ മനാസ അൻഹു, അതിന് തൊട്ട് ഒരു രക്ഷയുമില്ല. അതിന് ഒരു നിലക്കും അതിന് ഒരു വസ്തുതയുമായി മനസ്സിലായില്ലേ? ഒരു അന്ന തൗഹീമൽ ഖൗൽ മർവിയൻ ആയിഷത ലാ മനാസ അൻഹു വദാലിക ലിജ്തിമാഇ തിൽകൽ ഖറായിന തഖദ്ദമ ദിക്റുഹ അലാ ഖിലാഫി. ഇതിനെതിരായ ധാരാളം തെളിവുകൾ, ചരിത്രപരമായ തെളിവുകൾ ഒന്നിച്ചു വന്നിരിക്കവേ, അതും ബലപ്പെട്ട താരീഖ്യങ്ങൾ, താബിഈങ്ങൾ അടക്കം പറഞ്ഞു എന്നിരിക്കവേ, അതിനെതിരായി ഒരു താരീഖിൽ വന്ന എവിടെയോ ഒരു പിഴവോ ഓർമ്മപ്പിഴവോ ആകാനാണ് സാധ്യത. അതിനൊരു പ്രശ്നം ഉണ്ടാക്കരുത്. തുറജ്ജഹു മിനി ഖുലാസത്തുൽ ബഹ്സി, നോക്ക്, ഖുലാസത്തുൽ ബഹ്സി, മൊത്തം ചർച്ചയുടെ രത്ന ചുരുക്കം എന്നോട് പറയാണ്. നീ കേട്ടോളി, ഇത് ഞാനല്ല പറയുന്നത്. ഖുലാസത്തുൽ ബഹ്സി, ഈ ഗവേഷണത്തിന്റെ രത്ന ചുരുക്കം. മിനിജിത്യമായ അദദ് മിനൽ ഖറായിൻ, ഈ തെളിവുകളെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ അന്നൽ ഖറായിന മിനൽ ഖറായിൻ അന്ന സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബിവി ഉൽദത്ത് ഖബലൽ ബിഅ്സതി, നുബുവത്തിന് മുമ്പ് 4 സനവാത്തിൻ, എത്ര കൊല്ലം മുമ്പ് ജനിച്ചതാണ്? 4 കൊല്ലം മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ അലിയ ഫി സനത്തിൽ ആയിഷ മിനൽ ബിഅ്സ, നുബുവത്തിന്റെ 10-ാം കൊല്ലമാണ് നിക്കാഹ് നടക്കുന്നത്. അപ്പൊ ഹൈലൊക്കെ വന്നിട്ടാ നിക്കാഹ് നടക്കുന്നത്. പിന്നെ ഉംറ 14 ആമൻ, നുബുവത്തിന്റെ 10-ാം കൊല്ലം. അന്ന് അവർക്ക് എത്ര വയസ്സ്? 14 വയസ്സ്. ഉടമ്പടി കഴിഞ്ഞ് കെട്ടിയിട്ട് വീട്ടിൽ കൂടുന്നത് ഹിജറയുടെ 1-ാം വർഷത്തിന്റെ അവസാനം. യഖ്റുബു മിൻ 18, ഒന്നിരിക്കൽ 17 തീരുകയാണ്, അല്ലെങ്കിൽ 18 തുടങ്ങുകയാണ്. അങ്ങനെ അൽ ഹദിയത്തുൽ വാരിദു, നീ കേട്ടോളി, ചെവി തുറന്ന് കേട്ടോളി. ലോകം കണ്ടൊരു മുഹദ്ദിസാണ്. നിങ്ങൾ ഇന്നോട് മസിൽ പിടിക്കരുത്, ഈ മനുഷ്യനോട് മസിൽ പിടിക്കാം. ഇങ്ങനെ മസിൽ പിടിക്കേണ്ട വേറെ ആളുകളുണ്ട്. സയ്യിദ ആയിഷ യൗമൽ അഖദി വ യൗമൽ സിവാജി എന്ന ഈ കിതാബിന്റെ അവസാന ഭാഗം ഇദ്ദേഹം പറയുന്നു. എന്ത്? അൽ ഹദീസുൽ വാരിദി ഫീ തഹദീദ് ഉംരി ആയിഷ ബി 6 സനവാത്തിൻ യൗമൽ അഖദി, ഉടമ്പടി നടക്കുമ്പോൾ 6 ആണെന്നും, വബി 9 സനവാത്തിൻ യൗമൽ സിവാജി, വിവാഹം നടക്കുമ്പോൾ 9 ആണെന്നുള്ള ഹദീസ് സ്വഹീഹുൽ ഇസ്നാദി, സനദ് വളരെ സ്വഹീഹാണ്. അപ്പോൾ അത് സ്വഹീഹുൽ ബുഖാരിയിലെ എന്ത് ഹദീസ് തന്നെയാണ്? സ്വഹീഹ് ഹദീസ് തന്നെയാണ്. വലാകിന്നഹു മുഖാലിഫുൻ ലിൽ ഖറായിനിൽ താരിഖിയത്തി സാബിത, ബലം
ബലപ്പെട്ട സ്ഥിരപ്പെട്ട ചരിത്രപരമായ തെളിവുകൾക്കെതിരാണ്. ഫഹുവ ഷാദുൻ. അപ്പോൾ ഈ ഹദീസ് ഷാദിൽ എണ്ണപ്പെടേണ്ടതാണ്. എന്നാ സനദിന് യാതൊരു കുഴപ്പവും ഇല്ല. വമഹ്മൂലുൻ അലാ അന്നഹു മിനൽ അഹ്വാമി. അതൊരു ധാരണപ്പുറത്ത് മുഹമ്മദിയായ നമ്മളെ ഉമ്മാക്ക് 10 വയസ്സ് കൂടിയപ്പോൾ ഒരു ഓർമ്മ പെശക് വന്നിട്ട് പറഞ്ഞതായിരിക്കാം. അതിലൊരു പ്രശ്നമല്ല. ഇനി അത് അങ്ങനെ ഇങ്ങനെ വന്നാലും ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒന്നോട്ട് മാറ്റുകയും വേണ്ട. ഇതൊരു താരീഖി പ്രശ്നം മാത്രമാണ്. ഇതുകൊണ്ട് ഒരു ഹലാല് ഹറാമാവൂല, ഹറാമ് ഹലാലാവൂല, എന്താ പിന്നെ പ്രശ്നമാക്കേണ്ട ആവശ്യം എന്ന്. അപ്പോൾ അതന്നെയാണ് എന്ന് ഈ അവസാനം മൂപ്പര് പറയാൻ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഏതോ മോലിയേര് പറഞ്ഞിട്ടുണ്ട് എന്നല്ല, ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹിമഹുമുല്ലാ. ഇമാമിങ്ങൾ മഹാന്മാരെ റഹിമഹുമുല്ലാ ആയ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്നൽ ഹദീസ, ഒരു ഹദീസ് ഇതാ ഖാലഫ മത്നുഹു, അതിന്റെ മത്ന് പറഞ്ഞാൽ ഏത് ആ ഹദീസിന്റെ സനദല്ല, അതിന്റെ ശരീരം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് പോലത്തെ ആ വാക്ക് എതിരായാൽ മാ ഹുവ അഖ്വാ സുബൂതൻ മിൻഹു മിൻ സവാബിത്തി താരീഖി, താരീഖിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിന് ഏറ്റവും ബലപ്പെട്ട തെളിവിന് ഒരു ഹദീസിന്റെ മത്തിന് എതിരായാൽ ഫഇന്നഹു യുറദ്ദു, ആ ഹദീസ് തള്ളപ്പെടേണ്ടതാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ബേജാറാണ്? നിങ്ങൾ ആരൊക്കെ അമുക്കെന്ന് വിളിക്കും? നിങ്ങൾ ആരൊക്കെ അമുക്കെന്ന് വിളിക്കുക? നമ്മൾ ഈ കുളത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ നമുക്ക് കിട്ടിയത് ഇങ്ങനെ ഇങ്ങോട്ട് ആനമയിൽ ഒട്ടക്കം കളിച്ചാൽ പോരല്ലോ. ഞാൻ ആരെയും കുറിച്ച് പറഞ്ഞ തിരിച്ചങ്ങോട്ടൊന്നുമില്ല. എന്താ പറഞ്ഞേ ഇമാമിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്നൽ ഹദീസ, ഒരു ഹദീസ് ഇദാ ഖാലഫ മത്നുഹു, ഹദീസിന്റെ മത്തിനെതിരായാൽ മാ ഹുവ അഖ്വാ സുബൂതൻ, ഏറ്റവും ബലപ്പെട്ട സ്ഥിരപ്പെട്ട ഒരു രേഖക്ക് മിൻ സവാബിത്തി താരീഖി, താരീഖിലേറെ സ്ഥിരപ്പെട്ട ബലപ്പെട്ട ഒരു രേഖക്ക്, താരീഖിൽ അല്ലാതെ ഇസ്ലാമിക നിയമമല്ല, താരീഖിൽ ബലപ്പെട്ട ഖുർആനെതിരാകല്ല, താരീഖിൽ ബലപ്പെട്ട സ്ഥിരപ്പെട്ട ഒരു രേഖക്കെതിരായാൽ ഫഇന്നഹു യുറദ്ദു, ആ ഹദീസിന്റെ മത്തിന് യുറദ്ദു അർത്ഥങ്ങൾ നോക്കി, യുറദ്ദു ഉംറ വിസക്ക് പോയാലേ അതിന്റെ അർത്ഥം പറയാം. യുറദ്ദു, ആ ഹദീസ് തള്ളപ്പെടുന്നതാണ്. തന്നെ ലോകം കണ്ട മുഹദ്ദിസുകളിൽ പ്രധാനപ്പെട്ട മുഹദ്ദിസിന്റെ കിതാബായിട്ട് ഇനി നമുക്ക് നോടാലോ, നോടിക്കൂടെ ഒന്ന് പറയും, നോടുക ദേശം നോടുക. ഇതേ അഭിപ്രായം ഹൈദരാബാദി ഹനഫി ഷാഫിഈ, ഹൈദരാബാദി സുന്നി ഷാഫിഈ അശ്അരി പണ്ഡിതനായ മുഹമ്മദ് ഹമീദുള്ള എന്ന പണ്ഡിതൻ 20-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഗ്രന്ഥവുമുണ്ട്. അദ്ദേഹം ഹൈദരാബാദിൽ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ വലിയ ഉന്നതമായ ഹദീസ് പഠനം നടത്തിയ പണ്ഡിതനാണ്. അദ്ദേഹം 1908 ജനിച്ചു, 2002 വഫാത്തായി. ഉസ്മാനി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ബിരുദം. അദ്ദേഹം സുന്നിയുമാണ്, ഷാഫിഈയുമാണ്, അശ്അരിയുമാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ 1974 പുറത്തിറങ്ങിയ ഗ്രന്ഥം ഇതാണ്. ഗ്രന്ഥത്തിൻ്റെ മുൻ പേജ് എല്ലാം കൂടി വായിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്താ മുൻ പേജ്? എന്താണ്? ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ദി പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം. ഇസ്ലാം എന്താ പ്രവാചകന്റെ മുത്തറസൂലുള്ളാഹിന്റെ തിരുദൂതരുടെ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ദ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർക്ക് ഓഫ് ഇസ്ലാം, പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ പ്രവാചകന്റെ ജീവിത രീതിയെക്കുറിച്ച്, ജീവിത കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ വിവാഹം, അവരുടെ നിത്യജീവിതം, അതിനെക്കുറിച്ച് ആരെഴുതിയ ഞാൻ പിന്നീട് ഇയാളെ ഒരിടത്ത് ഉദ്ധരിക്കും കുറച്ചുകൂടി കഴിഞ്ഞാൽ. അത് മുഹമ്മദ് ഹമീദുള്ള എന്ന പണ്ഡിതൻ ഈ വിഷയത്തിൽ അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. എന്താ ഗ്രന്ഥത്തിന്റെ പേര്? എൻ്റെ ഇംഗ്ലീഷ് വെർഷനിലെ പേരാണത്, മനസ്സിലായാലും ഉറുദുവിലും ഈ കിതാബുണ്ട്. ഇംഗ്ലീഷ് വെർഷൻ്റെ പേര് ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ദ പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം. നോക്കൂ എന്ന് ഇതേ അഭിപ്രായം ഹബീബുർ റഹ്മാൻ, ഞാൻ ഇതിന് ബലപ്പെട്ടാൻ വേണ്ടി വേറെയും പേര് പറയാം. പിന്നെ നോർത്ത് ഇന്ത്യൻ പണ്ഡിതനായ 924 ജനിച്ച് 1996 മരണപ്പെട്ട, 924 ജനിച്ചു, 996 പിന്നെ കാണ്ടലയിൽ ജനിച്ചിട്ട് 996
എന്താ പറയാ, പഞ്ചാബിൽ മരണപ്പെട്ട ഹനഫി സുന്നി പണ്ഡിതനാണ് എന്ത് ഹബീബ് റഹ്മാനിൽ കാന്തഹലവി. അദ്ദേഹത്തിന്റെ എ റിസർച്ച് വർക്ക് ഏജ് ഓഫ് ആയിഷ എന്ന ഗ്രന്ഥമാണത്. ഇതിൽ അദ്ദേഹം 23 തെളിവ് പറയുന്നുണ്ട്. എന്ത് 6ഉം 9ഉം അല്ല, 17ഓ 18ഓ ആയിരിക്കാം എന്നതിന് 23 തെളിവുകൾ ഈ സുന്നി ഹനഫി പണ്ഡിതൻ പറയുന്നുണ്ട്. സുന്നിയാണ്, ഹനഫിയാണ്. അദ്ദേഹം നോർത്ത് ഇന്ത്യൻ പണ്ഡിതനാണ്. പഞ്ചാബിൽ മരണപ്പെട്ടു, കാന്തലയിൽ ജനിച്ചു. 20ാം നൂറ്റാണ്ടിലെ ഹനഫി പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. ധാരാളം പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉറുദു ആണ് ഇത്. ഉറുദു പുസ്തകത്തിൻ്റെ പേജാണ് ഇത്. ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജാണ് ഇത്. എന്താ ഇംഗ്ലീഷ് റിസർച്ച് വർക്ക് ഏജ് ഓഫ് ആയിഷ കഴിഞ്ഞിട്ടില്ല. ലോക പ്രശസ്തനായ സുന്നി ദാഇയുണ്ട്. ആര്? താഹിറുൽ ഖാദിരി. കേട്ടിട്ടുണ്ടോ? താഹിറുൽ ഖാദിരിയെ കേട്ടവർക്ക് കൈപ്പൊക്കാം. ഒരാളുണ്ടല്ലോ, 2 ആളുണ്ടല്ലോ, 3 ആളുണ്ടല്ലോ. അല്ലേ? ലോക പ്രശസ്ത സുന്നി ദാഇയാണ് അദ്ദേഹം. അമേരിക്ക ബേസ്ഡാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അനവധി സുന്നി കിതാബുകളുണ്ട്. അദ്ദേഹം ഖാദിരി ചിഷ്തി, ഖാദിരിയുമാണ് ചിഷ്തിയാണ്, ഖാദിരിയുമാണ് ചിഷ്തിയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹം ഖാദിരിയാണ്. അദ്ദേഹത്തിന് താഹിറുൽ ഖാദിരി, അദ്ദേഹം ഖാദിരിയാണ്. അദ്ദേഹത്തിന് ചിഷ്തിയാൻ മുഫ്തി അബ്ദുൽ ഖയ്യൂമിൽ ഹർറവി അൽ ഹനഫി അൽ ബറേലവി അൽ ഖാദിരി അൽ ചിഷ്തി. അദ്ദേഹത്തിന്റെ പേരൊന്ന് അടിച്ചൊക്കെ നെറ്റിൽ അദ്ദേഹത്തിന് ദീർഘമായ പ്രഭാഷണം ഇപ്പൊ കിട്ടും. ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷയിൽ കിട്ടും. ആയിഷ ബീവിക്ക് 6ഉം 9ഉം അല്ല, 14 വയസ്സിലായിരിക്കാം ഉടമ്പടി നടന്നത്. വീട്ടിൽ കൂടിയപ്പോൾ 17ഓ 18ഓ വയസ്സുണ്ടാകും എന്ന കാര്യത്തിൽ ലോകപ്രശസ്ത സുന്നി ദാഇയുടെ സഹായം വലിയ സുന്നി ദാഇയുമായ ബഹുമാനപ്പെട്ട മുഫ്തി അബ്ദുൽ ഖയ്യൂമിൽ ഹറൂരിയുടെ അൽ ബറേലവി അൽ ഖാദിരി അൽ ചിഷ്തി. അദ്ദേഹം 2003 പഞ്ചാബിൽ വഫാത്തായി. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതായത് 6, 9 എന്നതൊരു ധാരണ മാത്രമാണ്. ശരി, 14ഉം 17, 18ഉം ആയിരിക്കാം. ഈ വിഷയം ദീർഘമായ പഠനം. ശരി, ഈ ആളങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ആളങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ആള് ലോകപ്രശസ്ത കണ്ടിട്ടുണ്ടോ? ഈ ആള് ലോകപ്രശസ്ത നക്ഷബന്ദി ത്വരീഖത്തിന്റെ ഷെയ്ഖായി മരണപ്പെട്ട നാസിമുൽ ഹഖാനിയുടെ മകനായ ഇന്നത്തെ ലോകത്തെ നക്ഷബന്ദി ത്വരീഖത്തിലെ ഏറ്റവും വലിയ ഷെയ്ഖായ ഷെയ്ഖ് ആദിൽ ഹഖാനിയുണ്ട്. അവർ നടത്തുന്നൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിന്റെ പേര് നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. ആ സൈറ്റിന്റെ പേര് ഉൽഫർന സൂഫി അസോസിയേഷൻ എന്നാണ്. ഒരു സംഘടന ഉണ്ട് അവർക്ക്, അതിന് സൈറ്റും ഉണ്ട്. വൽഫർന ഒരു പ്രദേശത്തിന്റെ പേരാ വൽഫർന. അവർ യൂറോപ്പിലാണ്. ആര്? നാസിമുൽ ഹഖാനെ കേട്ടിട്ടില്ലേ? മഹ്ദി ഇമാം വരാനായിട്ടുണ്ട്, ഞാൻ മഹ്ദി ഇമാമിനെ കുറെ കൊല്ലങ്ങളായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് വലിയ പ്രശസ്താണല്ലോ. 2014 വഫാത്ത്. അറിയില്ലേ? നാസിമുൽ ഹഖാനെ അറിയാത്ത ഒരാളുണ്ടാവോ ഭൂമിയിൽ? ആ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് പഠിച്ചോന്? നാസിമുൽ ഹഖാന്റെ മകനാണ് ആര്? ആദിൽ ഹഖാനി. ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഇന്ന് നക്ഷബന്ദി ത്വരീഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെയ്ഖാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഘടനയാണ് വൽഫർന സൂഫി അസോസിയേഷൻ. അതിന്റെ സൈറ്റിൽ ഇതേ വിഷയം കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത് എന്നറിയോ? വാസ് ആയിഷ എ 6-year-old bride? The ancient myth exposed. Was Aisha a 6-year-old bride? ആയിഷ ഒരു 6 വയസ്സുകാരിയായ കുട്ടിയായിരുന്നു റളിയല്ലാഹു അൻഹ. ദ ആൻഷ്യന്റ് മിത്ത്, ഒരു പൗരാണിക കെട്ടുകഥ, ധാരണ, ഐതിഹ്യം, ഊഹം. ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ ഊഹം. മിത്തിന് ചിലർ എന്തൊക്കെ പറയും? ഐതിഹ്യം എന്നറിയും, കെട്ടിയതറിയും. നമുക്ക് അദബിൽ എന്ത് പറയാ? ഊഹം. എക്സ്പോസ്ഡ്, തുറന്നു കാട്ടപ്പെടുന്നു. ഇപ്പടിച്ചു നോക്കി, ഇവരെ ആരും ചേകനൂരിന്ന് വിളിച്ചിട്ടില്ല. ലോകപ്രശസ്ത സുന്നി സൂഫികളാണ് ഇവര്.
ഇവരാരും കാദ്യാനി, അടുത്ത കാദ്യാനി മൂത്തേടത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നങ്ങക്ക് എറിയ ഇവരെറിയാൻ പറ്റൂല. എന്താ എഴുതിയത്? ദ ആൻഷ്യന്റ് മിത്ത് എക്സ്പോസ്ഡ്. ഒരു ആൻഷ്യന്റ് മിത്ത്, ഒരു പൗരാണിക ഊഹം തുറന്നു കാണിക്കപ്പെടുന്നു. ഈ വിഷയത്തിൽ ഓക്സ്ഫോർഡിന്റെ പഠനമുണ്ട്. ഇത് ഓക്സ്ഫോർഡിന്റെ പഠനമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ വിഷയത്തിൽ നടത്തിയ പഠനം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് സ്റ്റഡി ഷെഡ്സ് ലൈറ്റ് ഓൺ മുഹമ്മദ്സ് അൺറേജ് വൈഫ് ആയിഷ. മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വയസ്സിൽ താഴെയുള്ള മൈനറായ ആയിഷ. അവർക്ക് വയസ്സാകണമെങ്കിൽ 18 വയസ്സാണല്ലോ, മനസ്സിലായില്ല? അവർക്ക് അൺറേജ് എന്ന് പറയാ. എത്ര വയസ്സായാൽ 18 വയസ്സ് താഴെയൊക്കെ അൺറേജാ, മനസ്സിലായില്ലേ? അപ്പൊ അൺറേജ് വൈഫ് ആയിഷ, വയസ്സിൽ താഴെയുള്ള ആയിഷ പറഞ്ഞാൽ അവർക്ക് 18 താഴെയുള്ള ആയിഷയെ പറ്റി ഇതാ വളരെ വ്യക്തമായ വെളിച്ചം വീശുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. New scholarship suggests the story of Islam's prophet marrying a minor is baseless propaganda. മനസ്സിലായില്ല? ന്യൂ സ്കോളർഷിപ്പ്, പുതിയ പഠിതാക്കൾ, വലിയ ഗവേഷകർ അവർ സജസ്റ്റ് ചെയ്യുന്നത് ദ സ്റ്റോറി ഓഫ് ഇസ്ലാംസ് പ്രൊഫറ്റ്, ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി മേരിങ് എ മൈനർ, ഒരു മൈനറിനെ അയാൾ കല്യാണം കഴിച്ചത്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കല്യാണം കഴിച്ചത് എന്നത് ഈസ് ബേസ്ലെസ് പ്രൊപ്പഗണ്ട. അതൊരു അടിസ്ഥാനമില്ലാത്ത തെറ്റിദ്ധാരണ പരത്തൽ മാത്രമാണ്. ഫാബ്രിക്കേറ്റഡ്, അത് കെട്ടിച്ചമക്കപ്പെട്ടതാണ്. ഫോർ പൊളിറ്റിക്കൽ, രാഷ്ട്രീയത്തിന് വേണ്ടി, ഇസ്ലാമിനെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി. ആൻഡ് സെക്ടേറിയൻ മോട്ടീവ്സ്, വിഭാഗീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി. അതായത് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല, കാരണം അവരുടെ നബി ഒരു മൈനറിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൂടിയ ആളാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു പ്രൊപ്പഗണ്ട, ബേസ്ലെസ് പ്രൊപ്പഗണ്ട. എന്താർത്ഥം? ബേസ്ലെസ് പ്രൊപ്പഗണ്ട എന്താർത്ഥം? അടിസ്ഥാനമില്ലാത്ത ഒരു ഊഹാപോഹം, തെറ്റിദ്ധാരണ പരത്തൽ മാത്രമാകുന്നു. ഇത് 2022 ഈ റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ട് ഇത് UK പ്രസിദ്ധീകരിക്കുന്നത്. ഈ റിപ്പോർട്ടിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യൻ പാർലമെന്റിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു MP കളിയാക്കി. ഒരു മൈനറിനെ കല്യാണം കഴിച്ച് ഒരു പെണ്ണായി കൂടെ കൊണ്ട് നടന്ന ഒരു പ്രവാചകന്റെ അനുയായികളല്ലേ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ് ഒരു MP പാർലമെന്റിൽ കളിയാക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ സംഭവം? ഓർമ്മയില്ല ആ സംഭവം? 2022 പാർലമെന്റാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാം, പാർലമെന്റാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അതിനെ തുടർന്ന് ഭയങ്കര പ്രശ്നങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാൾ പേരൊക്കെ എനിക്കറിയാം, ഞാൻ സദസ്സിൽ പറയാൻ അവരൊന്നും പേര് പറയലൊന്നും എനിക്കിവിടെ ഇഷ്ടമില്ല. അന്ന് ലോകത്ത് യൂറോപ്യന്മാരിൽ ബുദ്ധിമാന്മാരായ നിഷ്പക്ഷമതികൾ പഠനം നടത്തിയിട്ടുണ്ട്. ഇത് തെറ്റാണ്, ഒരിക്കലും മുസ്ലിമീങ്ങളെ പറ്റിയോ മുസ്ലിമീങ്ങളെ നബിയെ പറ്റിയോ അങ്ങനെ പറയാൻ പാടില്ല. 18 വയസ്സാകുമെന്ന് ചരിത്ര സത്യങ്ങളുണ്ട്. അതൊരു ഊഹമായിരിക്കാം, 6-9 ഊഹമായിരിക്കും എന്ന്. എങ്ങനെയുണ്ട്? എന്തൊക്കെ പഠനങ്ങൾ അതിലുള്ളത്, എന്തൊക്കെ പഠനങ്ങൾ. ജോനാഥൻ AC ബ്രൗണിന്റെ ദ മിസ്കോട്ടിംഗ് മുഹമ്മദ് എന്ന പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജാണിത്. ജോനാഥൻ AC ബ്രൗണിന്റെ മിസ്കോട്ടിംഗ് മുഹമ്മദ് എന്ന പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജാണ്. അദ്ദേഹം സൈത്തൂനയിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. അതായത് ഡോക്ടർ ഹംസ യൂസുഫിന്റെ സൈത്തൂനയിൽ കോമൺ വിഷയങ്ങളിലൊക്കെ പിന്നെ മനസ്സിലായില്ലേ, പിന്നെ ക്ലാസ് എടുക്കുന്ന ആളാണ് ആര് എന്ന് മാത്രമല്ല യൂറോപ്പിലെ അനവധി യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണം, അദ്ദേഹത്തിന്റെ മിസ്കോട്ടിംഗ് മുഹമ്മദ് എന്ന പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജാണ്. ഇതിൽ ഒരുപാട് തെളിവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ തെറ്റിദ്ധാരണ മാത്രമായിരിക്കും, ശരി 6-9. വസ്തുതകളൊക്കെ ഇതാണ്. മനസ്സിലായോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ ഒരു ചർച്ചക്കോ ഒരു തല്ലിനോ ഞാൻ ഇല്ല. ഞാൻ കാര്യങ്ങൾ വെളിപ്പെടുത്തി. നിങ്ങൾക്ക് ഇവരോടൊക്കെ തല്ല,
ഇത് തള്ളപ്പെടേണ്ട ഹദീസ് സ്വഹീഹാണെങ്കിലും ഈ വാക്ക് തള്ളപ്പെടേണ്ടതാണെന്ന് ലോകം കണ്ട മുഹദ്ദിസായ സുന്നി മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്. 23 തെളിവുകൾ ഉദ്ധരിച്ച് ഒരു ഹനഫി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. ഷാഫി പണ്ഡിതനായ എന്താ പറയാ മുഹമ്മദ് ഹമീദുള്ള ഈ വിഷയത്തിൽ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. വേറെയും താഹിറുൽ ഖാദിരിയുടെ മുഫ്തി അബ്ദുൽ ഖയ്യൂം ഈ വിഷയത്തിൽ ദീർഘമായ പ്രഭാഷണങ്ങൾ 2003 മരിക്കണം ഇന്നും സൈറ്റിൽ നെറ്റിൽ കിട്ടാനുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തല്ലിന് ഇനി ഇതിൽ തല്ലിൻ്റെ ആവശ്യം ഉണ്ടോ കുട്ടികളെ? പറഞ്ഞതിൽ തല്ലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ എൻ്റെ ഒരു പുസ്തകം സമൂഹത്തിൽ ഒരു അഭിപ്രായക്കേടുണ്ടാക്കിയത് കൊണ്ട് ഞാൻ പൊതുജനത്തിൻ്റെ മുന്നിൽ അഭിപ്രായം മാനിക്കുന്നു. പറഞ്ഞത് 100% സത്യമാണ്. എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ നാളെ മുതൽ തർക്കിക്കരുത്. ഞാൻ എൻ്റെ പുസ്തകം ഇന്ന് ഈ നേരത്തെ പിൻവലിച്ചിരിക്കുന്നു. ഇനി ഈ പുസ്തകത്തിൽ ഒരു കോപ്പി പോലും ഞാൻ വിൽക്കൂല. ഇതിൻ്റെ പേരിൽ ഇനി ദയവായി തെരുവിൽ തല്ലാൻ പാടില്ല. ഞങ്ങളെ തല്ലുണ്ടാക്കാൻ വേണ്ടി എഴുതിയതല്ല. ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. പക്ഷെ ഇതിലൊരു തല്ലുണ്ടാകരുത്. എൻ്റെ ചില വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞതാണ് ഇത് പിൻവലിക്കാൻ കാരണം. വീട്ടിൽ കയറി ചെല്ലാൻ പറ്റൂല. നിങ്ങളെപ്പറ്റി ഈ കാക്ക ഒരുപാട് കുറ്റങ്ങളെ പറ്റി കേട്ടിരിക്കുമ്പോൾ നമ്മളാണ് കയറി ചെന്നാൽ നിങ്ങളാണ് കളിയാക്കും. അപ്പം നിങ്ങൾ സ്ഥാനത്തിന് ഇന്ന് രാത്രി തീരുമാനം ഉണ്ടാക്കി തരണം. പറഞ്ഞതെല്ലാം സത്യമാണ്. ഇന്ന് രാത്രി ഈ പുസ്തകം പിൻവലിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി. ഇനി ഇതിൻ്റെ ഒരു കോപ്പിയും ഞാൻ വിൽക്കൂല. ഇനി ഈ വിഷയത്തിലൊരു പൊതു അഭിപ്രായം രൂപപ്പെട്ടു വരാതെ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കൂല. ഞാൻ പൊതുജനത്തിൻ്റെ അഭിപ്രായത്തെ പൂർണ്ണമായി മാനിക്കുന്നു. ഞാൻ നാട്ടിൽ തല്ലുണ്ടാവുന്നത് പറഞ്ഞല്ല. ഇതിന് പറയാനൊരു ഗൗരവമായ കാരണമുണ്ട്. ആ കാരണം ഇന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റൂല. അത് വെളിപ്പെടുത്തിയാൽ പലരും മുതലെടുക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. പല ഗുണകാംക്ഷികളും അവർക്ക് അത്രയും അറിവുണ്ടായിട്ടുള്ളൂ. അത് എന്നാലും അവരത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ പിൻവലിക്കണം. ഞാൻ പിൻവലിച്ചിരിക്കുന്നു. തിരുദൂതർ നിറവ് എന്ന പുസ്തകം 5 പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. 5 പുസ്തകം എഴുതിയിട്ടുണ്ട്. 1 യൂപ്രട്ടീസിലെ സ്വർണ്ണമലകൾ, 2 ഡാർവിൻ്റെ പ്രാർത്ഥന, 3 തിരുദൂതർ നിയോഗം, 4 തിരുദൂതർ നിറവ്, 5 സാത്താൻ്റെ നവലോകക്രമം. അതിൽ 4ാമത്തെ പുസ്തകമായ തിരുദൂതർ നിറവ് എന്ന പുസ്തകം ഇന്ന് ഈ നിമിഷം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് പരയിൽ ബുദ്ധിമുട്ടുണ്ടാകരുത്. പള്ളി കയറി ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളാളാന്നറിയും, പള്ളിയിലിട്ട് കളിയാക്കും. നിങ്ങളെ ചീത്ത പറഞ്ഞ് കേൾക്കാൻ വയ്യ ഉസ്താദ്. കഴിയാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് നിങ്ങളറിയാം, നാട്ടുകാർക്ക് അറിയില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഇതിൽ വല്ല വിഷമം വന്നാൽ അവർ പബ്ലിക് കളിയാക്കാണ്, പബ്ലിക് ചീത്ത പറയാം. അവരെ കളിയാക്കിയാൽ അവർ സഹിക്കും. അവരെ ഉസ്താദായ എന്നെ കളിയാക്കി സഹിക്കൂല. ആ 1, 2, 10, 100, 200, 500 അല്ല യുവാക്കൾ കേരളത്തിലുള്ളത്. എൻ്റെ ഇപ്പോൾ ഒരു മുഹമ്മദോ അഹമ്മദോ മാത്രമല്ല, അള്ളാഹിൻ്റെ സഹായത്താൽ ലോക രാജ്യങ്ങളിൽ മുഴുവനും ഇന്ന് കാനഡ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇന്ന് ഉറപ്പുള്ള കാര്യമല്ലേ പറഞ്ഞു ഉസ്താദ്? അതെ, ധൈര്യമായിട്ട് പറഞ്ഞോളി. എന്താ ഇഷ്ടപ്പെടാൻ ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഉറപ്പുള്ള കാര്യമാണോ പറഞ്ഞ്? അതെ, ഞാൻ ധൈര്യം ചോദിച്ചോളി. ഞങ്ങൾ നോപ്പുണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് എന്താ ഇഷ്ടമുണ്ടോ ഞങ്ങളുണ്ട്. ഉന്നതനായ വിദ്യാഭ്യാസ വിചക്ഷണരാണ് പലതും എനിക്ക് സൈറ്റിൽ നിർത്തുന്നത്. എനിക്കങ്ങനെ നെറ്റൊന്നും ഉപയോഗിക്കാൻ അറിയുന്ന ആളല്ലേ ഞാനൊരു സാധാരണ പഴയ നെൽമുര മൂല്യരാണ്. ഞാൻ ഈ വഹാബികൾ കുതിര കയറുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഇംഗ്ലീഷിനെ ഓടിച്ച്. ഞാൻ അങ്ങനെ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസ വിചക്ഷണനല്ല. തപ്പിപ്പിടിച്ച് പഠിക്കുകയാണ്. എന്തിന്? ഇവർക്ക് മറുപടി പറയുകയാണെങ്കിൽ അങ്ങനെ വേണ്ടി വരും. അപ്പോൾ സീതാജി പറഞ്ഞില്ലേ, ഞാനും EK നായരും ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്. സാധുവായ സീതാജിൻ്റെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞതുപോലെ തപ്പിപ്പിടിച്ചാണ് ഇംഗ്ലീഷ് പറയാം. അങ്ങനെ തപ്പിപ്പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞ ആളാണ് ഞാൻ പണ്ടൊന്നും പഠിച്ച ആളല്ല, ഇപ്പം പഠിച്ചു. ആവശ്യത്തിനൊക്കെ നിങ്ങളൊക്കെ അടക്കിയിരുത്താൻ മാത്രം പഠിച്ചിട്ടുണ്ട്. അത്ര മതി. ഞാൻ ഓക്സ്ഫോർഡിൽ പ്രൊഫസറാകാനൊന്നും പോണില്ലല്ലോ. പക്ഷെ നിങ്ങൾ വല്ലാതെ കളിക്കൂല. അതേ സമയത്തിൻ്റെ ദാറൂദയിലെ കുട്ടികൾ 100% സത്യമാണ്. അവരെ ആരും വിമർശിക്കരുത്, നേരാണ്. എന്നെ വിമർശിച്ചതിന് പ്രശ്നമില്ല. പുസ്തകം പിൻവലിക്കാൻ കാരണം എൻ്റെ കുട്ടിയൊക്കെ ഇനി പൊതുവേ പ്രശ്നം. അവർക്ക് ഇതൊക്കെ സത്യമാണെങ്കിലും നാളെ കളിയാക്കും. എന്ത് അങ്ങനെ തന്നെയല്ലേ പറയും. ഞാൻ തെളിവുമ്പോ സൂര്യൻ ഉദിച്ചാണ് കാണിച്ചു കൊടുത്താലും
മുമ്പൊരാൾ മാനത്ത് പറക്കാൻ പഠിച്ചു. അങ്ങനെ മാനത്ത് പറക്കലിങ്ങനെ കഴിഞ്ഞിട്ട് അയാൾ കാണാൻ വേണ്ടി പെണ്ണുങ്ങൾ വന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പെണ്ണുങ്ങളോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പറക്കല്? അപ്പോൾ പറഞ്ഞ്, അത് ഒറ്റ ചാലൊന്ന് പോയതല്ലേ, നിങ്ങൾക്ക് ബലങ്ങനെ പറക്കാൻ കഴിഞ്ഞില്ലല്ലോ. മനസ്സിലായില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പോയി തരാനല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനൊക്കെ വേറെ ആൺകുട്ടികൾ വരേണ്ടി വരും. അതായത് മൂപ്പർക്കുള്ള കഴിവ് ഏതായാലും ഓള് അംഗീകരിക്കൂല. ഇത് എൻ്റെ കഴിവല്ല, ഇത് വലിയ വലിയ മുഹദ്ദിസീങ്ങളെ കഴിവാ, ഇത് സത്യ. എന്നാൽ ഈ വിഷയത്തിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുകയും ഇന്ന് മുതൽ 6-9 എന്ന് പറയാൻ ഞാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഒരു പൊതുവേദി ചോദിച്ചാൽ അതേ പറയൂ. മറ്റേ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു, പുസ്തകവും പിൻവലിച്ചിരിക്കുന്നു, ഇനി പൊതുവേദിയിൽ ഇത്തരം കാര്യം പ്രസംഗിക്കുകയും ഇല്ല. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയും ഗവേഷണം നടത്താൻ നിങ്ങൾ എനിക്ക് അനുവാദം തരണം. ഗവേഷണം നടത്തണോ വേണ്ടേ? സമൂഹത്തിന് അറിയണ്ടേ? പറയാം, അറിയണോ വേണ്ടേ? ഇത് അറിയണ്ടേ കുട്ടികളെ? എന്തൊക്കെ പഠിക്കാണ്ട് നിങ്ങൾ കാര്യം ഉറപ്പിച്ചോളി. 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ വാദപ്രതിവാദ സ്റ്റേജുകളിൽ പറയും, ഇവിടെ ഞങ്ങളെ ഉസ്താദ് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കെട്ടിയപ്പോൾ വിവാഹത്തിന് അക്കത് നടക്കുമ്പോൾ 14, വിവാഹം നടക്കി വീട്ടിൽ കൂടുമ്പോൾ 18 നിങ്ങൾ ഇതിന് 6-9 നിങ്ങൾ വീട് കിട്ടി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയും, ഞാൻ ചിലപ്പോൾ അന്ന് മണ്ണ് പോവും, എന്നാലും നിങ്ങളത് പറയും, അത് മതി, എൻ്റെ കുട്ടികൾക്ക് പിന്നീട് എന്നെ കൊണ്ടൊരു കാര്യം ഉണ്ടായാൽ മതി, ഇപ്പം നിങ്ങൾ കല്ലെറിഞ്ഞോളി, ഒരു പ്രശ്നമല്ല. ഇപ്പം നിങ്ങൾ എന്ത് കല്ലെറിഞ്ഞാലും എനിക്ക് വിഷയമല്ല. എനിക്കൊരു 10 ഉറുപ്പ്യൻ്റെ ലാഭത്തിന് പറയല്ല. വഹാബികൾക്കെതിരെ 22 പ്രഭാഷണം നടത്തിയിട്ട് ഒരു കാൽച്ചായ ഒരാൾ വാങ്ങി തന്നിട്ടില്ല, ഒരു കാൽച്ചായ വരണം ഞാൻ ചോദിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഞാൻ കേട്ട ചീത്തൊക്കെ കൈ കണക്കില്ല. 10 ഉറുപ്പ്യൻ്റെ ലാഭമല്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇന്നത്തെ തീയതി വരെ 10 പൈസ വാങ്ങിയിട്ടില്ല, വാങ്ങൂല. പിന്നെന്തേ? സമൂഹത്തിന് നാളെ നന്മ ഉണ്ടാവും. ആ ടെററിസം നമ്മളെ നാട്ടിൽ വ്യാപിക്കരുത്. അത് ഫലിച്ചിട്ടുണ്ട്. എന്തേ ഫലിച്ചിട്ടില്ലേ? പറയും, ഫലിച്ചിട്ടുണ്ടോ അല്ലേ? ഇത്ര മതി. നിങ്ങൾ ഇന്ന കുറ്റം പറഞ്ഞെന്ന് മറുപടി പറയണ്ട. ആർക്കും ഞാനൊരു ശല്യമായി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. പുസ്തകം പിൻവലിച്ചു. ഇന്ന് മുതൽ ഈ പുസ്തകം വിൽപ്പന നടത്തുകയില്ല. കഴിഞ്ഞു. പക്ഷെ പറഞ്ഞ സത്യമാണ്. ഇത് സത്യപ്പെടുത്തിയ ധാരാളം മുഹദ്ദിസുകൾ, മുഹസ്സിരീങ്ങളായ മുഹദ്ദിസുകൾ ഇന്ന് ലോകത്തുണ്ട്. എന്നെ എതിർത്ത പണ്ഡിതന്മാരോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമല്ല. അവർ പഠിച്ചത് അവർ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനൊറ്റ അങ്ങനെ തന്നെയാണ് അവർ പറയേണ്ടത്. പക്ഷെ അതേസമയം ഞാൻ എൻ്റെ അന്വേഷണത്വരയാണ്. ഇതൊരിക്കലും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇതിനെ കാട് കയറിയതെന്നോ മറ്റോ പറയരുതെന്ന് വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ടും, ഇനി ഇതിലൊരു ചർച്ചയ്ക്ക് ഞാനില്ല. എനിക്ക് വേറൊരു വിഷയം പഠിക്കാൻ മുന്നോട്ട് പോകാനുണ്ട്. ഇനി അടുത്ത വിഷയം ഞാൻ പഠിക്കാൻ പോവുകയാണ്. ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വലിയ ഒരു തീസീസ് ഉണ്ടാക്കാനാണ് അടുത്തെൻ്റെ ശ്രമം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 1000 കൊല്ലത്തിനിടയിൽ ലോകം അങ്ങനെ ഒരു ആൺകുട്ടിയെ കണ്ടിട്ടില്ല. ഇതുവരെ മലയാളക്കര കാണാത്ത ഒരു തീസീസ്. ഇൻഷാ അല്ലാഹ് വേണോ വേണ്ടേ? അത് ഇമാം ഗസാലിയെ പറ്റിയാണ് ഉണ്ടാക്കും. നിങ്ങൾ എൻ്റെ ആയുസ്സിന് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് കഴിഞ്ഞാൽ മറ്റൊന്ന് ചെയ്യും, അത് കഴിഞ്ഞാൽ മറ്റൊന്ന് ചെയ്യും, മറ്റൊന്ന് ചെയ്യും. എൻ്റെ ആയുസ്സിന് അള്ളാഹു എനിക്ക് എഴുതാനും പഠിക്കാനും എന്നായുസ് തരുന്നു, അത്രയും വരെ ഞാൻ എൻ്റെ ഈ തപസ് തുറന്നുകൊണ്ടേയിരിക്കും എന്ന് സൗമ്യനായി ഈ സമൂഹത്തോട് അറിയിച്ചുകൊണ്ടും, നിങ്ങളെ വിഷമിപ്പിച്ചതിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും, ഈ പ്രഭാഷണത്തിൽ പോലും ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ عزيز يا غفار برحمتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين. ഇതിനെ സഹായിച്ച ഒരുപാട് മഹത്തുക്കൾ ഉണ്ട്. അല്ലാഹ് അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണമേ റബ്ബ്. ഒരുപാട് ശക്തി തരുന്നവരുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറയുന്ന ആരിഫ്യങ്ങളുണ്ട്. സാധാരണക്കാർ മാത്രമല്ല, കുട്ടികൾ മാത്രമല്ല, ഭൗതിക വിദ്യാഭ്യാസ വിചക്ഷണയിൽ മാത്രമല്ല, ധൈര്യമായിട്ട് പറഞ്ഞു ഒരു പടി പഠിക്കണ്ട, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആരിഫ്യങ്ങൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരിഫ്യങ്ങൾ പോലും എൻ്റെ പ്രവർത്തനത്തിൻ്റെയും പഠനത്തിൻ്റെയും പിന്നിൽ ഉണ്ട്. അതൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വഅദ്ഖിൽനൽ الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. നിങ്ങളെല്ലാവരും ദാറുൽ ഖുർആന്റെ കൂടെ നിൽക്കണം.
ദാറുൽ ഖുർആൻ സത്യത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപനമാണ്. ഇത് സുന്നത്തമായത്തിൻ്റെ സ്ഥാപനമാണ്. ഈ കുട്ടികൾ അല്ലാഹുവിൻ്റെ ദീനിൽ നാളെ ഉപകരിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ ആ കുട്ടികളുടെ കൂടെ നിൽക്കണം. അതിനുവേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണം. ദാറുൽ ഖുർആന്റെ കൂടെ നിൽക്കണം എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എൻ്റെ അമ്മായിമാക്കും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ അമ്മായിമ്മ അമ്മൂശൊക്കെ കാല് മുറിച്ച് കിടക്കാണ്. ഒരു അമ്മായിമ്മ കിടക്കെ കിടന്ന രോഗിയാണ്. അവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മളെ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ ഇതിനോട് സഹകരിച്ചവർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറിലെത്താൻ തൗഫീഖ് തരട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا توفنا مسلمين والحقنا بالصالحين آمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد والآل والأصحاب سلم.